നമസ്കാരം. എല്ലാ വർഷവും UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിന് വലിയ തോതിലുള്ള പങ്കാളിത്തം അതിലുണ്ടാകും. ഈ വർഷവും അക്കാര്യം തെറ്റിച്ചിട്ടില്ല. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മലയാളികൾ പലരാണ്. രാജു നാരായണ സ്വാമിയും ഹരിത ബി കുമാറുമൊക്കെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ 1ാം റാങ്ക് നേടിയവരാണ്. അതുപോലെ കേരളം ഏറ്റവും അഭിമാനത്തോടു കൂടി കാണേണ്ട ഒരു വിജയം തന്നെയാണ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിയായ JS ശ്രീജ എന്ന കുട്ടി നേടിയ സിവിൽ സർവീസിലെ അത്ഭുതകരമായ വിജയം. മറ്റ് പല വിജയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളോട് പൊരുതിയാണ് JS ശ്രീജ ഈ ഒരു വലിയ പദവിയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. നിർമ്മാണ തൊഴിലാളിയായ അച്ഛനും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിട്ടും ജോലി കിട്ടാതെ പോയ അമ്മയും ഒക്കെ തന്നെ ഏറെ കഷ്ടപ്പെട്ടാണ് ശ്രീജയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തും അതുപോലെ കടം വാങ്ങിയും ഒക്കെ തന്നെയാണ് ശ്രീജയെ അവർ പഠിപ്പിച്ചത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും അതുപോലെ വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പഠിക്കാനായി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഈ അച്ഛന്. ശ്രീജയുടെ അച്ഛനമ്മമായ ഷീജകുമാരിയും ജയകുമാറും ഏറെ കഷ്ടപ്പെട്ടാണ് മകളെ വളർത്തിയത്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്തുള്ള നരുമാമൂട്ടിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരമുള്ള ആറ്റിങ്ങലിലേക്ക് പോലും സൈക്കിൾ ചവിട്ടി പോയാണ് അദ്ദേഹം മകളെ പഠിപ്പിക്കുന്നതിനായി ജോലി ചെയ്തിരുന്നത്. ഏതായാലും ആ സ്വപ്നങ്ങൾക്കെല്ലാം തന്നെ ഫലമുണ്ടായിരിക്കുന്നു. പ്രിലിമിനറി പരീക്ഷയിൽ വിജയിച്ചപ്പോൾ തന്നെ ശ്രീജ കുറിച്ചിട്ടതാണ് താനൊരു IFSകാരിയാകും എന്നുള്ള കാര്യം. ഏതായാലും ഭാവിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ സർവീസിന് തീർച്ചയായും വലിയൊരു അസറ്റ് തന്നെയായി മാറും ഈ മലയാളി പെൺകുട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം സാഹചര്യങ്ങളോട് പൊരുതിയാണ് ഈ ശ്രീജ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കാറുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഭൂരിഭാഗം പേരും സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള കുട്ടികൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. ആദ്യമേ തന്നെ ആ ലക്ഷ്യത്തോടു കൂടി മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുകയും സിവിൽ സർവീസ് അക്കാഡമിയിൽ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പലരും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിജയം കരസ്ഥമാക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രീജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ, കടബാധ്യതകൾ ഇവയോടെല്ലാം പൊരുതിയാണ് ശ്രീജ ഇപ്പോൾ ഈ ഒരു വലിയ വിജയ സോപാനത്തിലേക്ക് എത്തുന്നത്. ശ്രീജയ്ക്ക് ഇക്കാര്യത്തിലെല്ലാം പ്രചോദനമായത് തിരുവനന്തപുരത്തുകാരി തന്നെയായ ഹരിത ബി കുമാറിൻ്റെ നേട്ടമാണ്. ശ്രീജ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹരിത ബി കുമാറിന് ഇന്ത്യയിലെ സിവിൽ സർവീസിൽ 1ാം റാങ്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് ലഭിച്ച പ്രചോദനം തന്നെയാണ് തനിക്കും ഇതൊക്കെ സാധിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാനും ആ വഴിയിൽ തന്നെ മറ്റ് ഒരു കാര്യങ്ങളും നോക്കാതെ ശക്തമായ തോതിൽ മുന്നോട്ട് പോകാനുമൊക്കെ തന്നെ ശ്രീജയ്ക്ക് ഏറെ സഹായകരമായി മാറിയത്. ഇത്തവണ സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങളിൽ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിനെക്കുറിച്ചും അമേരിക്കയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചത് കൂടാതെ കേരളത്തിലെ ചിപ്സിന് ഇത്രയും സ്വാദുണ്ടായ കാരണം എന്താണ് എന്ന് വരെ അവർ ചോദിച്ചിരുന്നു. ഏതായാലും കേരളത്തിൽ നിന്ന് ഇനിയും പലർക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാനും അതിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ തന്നെ ഏറെ പ്രചോദനമായി മാറും ശ്രീജയുടെ വിജയം എന്നുള്ള കാര്യം ഉറപ്പാണ്. IASനും IPSനേക്കാളും IFS തിരഞ്ഞെടുക്കാൻ ശ്രീജ ഇഷ്ടപ്പെടുമ്പോൾ IASനും IPSനും പകരം IFSന് തിരഞ്ഞെടുക്കുമ്പോൾ നാളെ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലെ ഉന്നത പദവികളിലെത്താനും അവിടുത്തെ അംബാസഡർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ ലഭിക്കാനും ഇത് ശ്രീജയെ അർഹമാക്കും. ഒരുപക്ഷെ IASും IPSും ഒക്കെ ലഭിച്ച പലരും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ഏത് സംസ്ഥാനത്താണെങ്കിലും രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ആയുധങ്ങളായി IASകാരും IPSകാരും ഒക്കെ മാറുന്ന ഒരു അവസ്ഥയുള്ളപ്പോൾ IFSകാർ പരമാവധി ഇക്കാര്യത്തിൽ സുരക്ഷിതരാണ്. കാരണം അവർ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിലാണെങ്കിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ നേരിട്ട് വിളിച്ച് അവരെ ശാസിക്കുന്നതിൻ്റെ അതല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുന്നതിൻ്റെ ഒക്കെ തന്നെ ഭീഷണിയില്ലാത്ത ഒരു മേഖലയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. പണ്ടത്തെ കാലത്ത് പലരും സിവിൽ സർവീസ് ലഭിക്കുമ്പോൾ സ്ത്രീകൾ പലരും IAS ആണ് മുൻഗണന കൊടുത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറിയിട്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ തന്നെ IFS സെലക്ട് ചെയ്യാനാണ് താല്പര്യം കാണിക്കുന്നത്. കാരണം അവർക്ക് ഒരു പൈസയും ചിലവില്ലാതെ ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ സുഖമായി ജീവിക്കാനും അവിടെ ജോലി ചെയ്യാനും അവിടുത്തെ ആ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ തന്നെ മികച്ച ഒരു അവസരം ഒരുക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. മലയാളികളായ എത്രയോ പേർ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ വളരെ ഉന്നതമായ പദവികളിൽ നേരത്തെ ഇരുന്നിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറിമാർ എത്രയോ മലയാളികളുണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീജയൊക്കെ തന്നെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. കേരളത്തിലെ കൂടുതൽ കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനും അതിൽ IASനും IPSനേക്കാളൊക്കെ തന്നെ IFS പോലെയുള്ള സർവീസുകൾ മുൻഗണന കൊടുത്ത് ചെയ്യാനുമൊക്കെ തന്നെ ഏറെ സാഹചര്യമൊരുക്കാൻ ഒരുപക്ഷെ ഈ ശ്രീജയുടെ വിജയം സഹായിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ മകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ അച്ഛനെയും അമ്മയുടെയും കാര്യം. അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചാണ്, കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് മകളെ പഠിപ്പിച്ചത്. ശ്രീജയുടെ സഹോദരനും
ചെന്നൈയിലെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ആ അനിയനുമൊക്കെ തന്നെ ഇതൊരു വലിയ തോതിലുള്ള പ്രോത്സാഹനമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ശ്രീജയ്ക്ക് നമുക്ക് ഈ കാര്യത്തിൽ നമ്മൾ അഭിനന്ദനം നൽകുമ്പോൾ ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കൂടിയാണ്.